പരമാത്മാവായ ഭഗവാനിലേക്ക് കേവലം ഭഗവത് കഥാമൃതം ഒന്നുകൊണ്ടു മാത്രം എത്തിച്ചേർന്ന ഒരു ജീവന്റെ ചരിതമാണ് ഉച്ചയ്ക്ക് മുമ്പ് നമ്മൾ അനുസ്മരിച്ച രുക്മിണി കല്യാണം. ജീവനാം വൈദർഭി എന്ന മഹാത്മാക്കള് രുക്മിണി കല്യാണത്തെ കുറിച്ച് പാടുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ജീവനാകുന്നതായ ആ രുക്മിണി സദാസമയവും മോഹിച്ചുകൊണ്ടിരിക്കുന്നത് ആനന്ദസ്വരൂപനായ ഭഗവാനെയാണ്. നമ്മുടെയൊക്കെ ആഗ്രഹം എന്താ എന്ന് ചോദിച്ചാൽ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, സുഖമായിരിക്കണം. ആ ഒരു സുഖമാവാൻ വേണ്ടിയിട്ടുള്ള മെനക്കേടാണ് ഇന്ന് ഈ ലോകം കാട്ടിക്കൂട്ടുന്ന എല്ലാ കർമ്മങ്ങളും എന്നിരിക്കെ നിത്യമായ ആനന്ദത്തെ ലോകത്തിന് ചൊരിയാൻ കഴിവുള്ള സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാനെ ഓരോ ജീവനും സാക്ഷാത്കരിച്ചാൽ എപ്രകാരം രുക്മിണിക്ക് നിത്യകല്യാണം നിത്യമംഗളം ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നുവോ അതുപോലെ നമുക്കും ഭഗവത് കഥകളിൽ കൂടിയിട്ടും ഭഗവാന്റെ തിരുനാമ കീർത്തനത്തിൽ കൂടിയും മനസ്സിന് നിത്യാനന്ദവും ആശ്വാസവും ലഭിക്കും എന്ന് വർണ്ണിക്കുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ജീവന്റെ പ്രതീകമാണ് രുക്മിണി സ്വയംവരം. ശരി, നമ്മുടെ ജീവനാണ് രുക്മിണി സ്വയംവരം എന്നുണ്ടെങ്കിൽ രുക്മിണിക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ തടസ്സം നിന്നതുപോലെ നമുക്കും 5 ഏട്ടന്മാരുണ്ടാവണം. ഭഗവാന്റെ കഥ കേൾക്കാനും ഭഗവാന്റെ നാമം ജപിക്കാനും ഭഗവത് ഭക്തിയെ ആ ജീവന് വളർത്താനും തടസ്സം നിൽക്കുന്ന 5 ഏട്ടന്മാര് നമുക്കും ഉണ്ടാവണം. നമുക്കുണ്ടോ അങ്ങനെ 5 ഏട്ടന്മാര്? ഭാഗവതം കേൾക്കാൻ വേണ്ടി വന്നു, ഇവിടെ ഇരുന്നു. പക്ഷേ ഈ 5 ഏട്ടന്മാര് പറയും അത് കേക്കണ്ട. ഒരേട്ടൻ പറയും അത് കേക്കണ്ട. അപ്പുറത്തുനിന്ന് ആരോ പരദൂഷണം പറയുന്നുണ്ട്, അത് കേൾക്കൂ, എന്ത് രസാറിയോ അത് കേൾക്കാൻ. വേറൊരേട്ടൻ പറയും അത് കാണണ്ട. അപ്പുറത്ത് പരിചയമുള്ള ഒരാൾ വന്നിട്ടുണ്ട്, അയാളെ പോയി കാണൂ. വേറൊരേട്ടൻ പറയും എന്ത് നല്ല വാസനയാ നോക്കൂ, ആ നേരത്തെയുള്ള ലഡുവിന്റെ വാസന. ഇങ്ങനെ ഈ 5 കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി എന്നിങ്ങനെയുള്ള 5 ഇന്ദ്രിയങ്ങളാകുന്ന ഏട്ടന്മാര് ഭഗവാന്റെ മുൻപിലേക്ക് നമ്മൾ എത്തിയാലും ഭഗവാനിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോവാൻ സമ്മതിക്കില്ല. അപ്പൊ ഭഗവാന്റെ മുൻപിലെത്തിയാലും ഭഗവാനിലേക്ക് നമ്മുടെ ജീവനില് ഭക്തി വളർത്താൻ തടസ്സം നിൽക്കുന്നവരാണ് ഈ ഇന്ദ്രിയങ്ങള്. എങ്കിലും നമ്മുടെ ഉള്ളില് ആത്മാർത്ഥമായ ഒരു ഭക്തി, ഒരു ലക്ഷ്യം, രുക്മിണി പറഞ്ഞതുപോലെ ശതജന്മഭിസ്യാൽ എന്നെങ്കിലും ഈ ഭാഗവതത്തിൽ പറയുന്നതായ ഉദ്ധവാദികളെ പോലെ, പ്രഹ്ലാദാദികളെ പോലെ, രാധാദികളെ പോലെ, രുക്മിണിയെ പോലെ എനിക്കും കൃഷ്ണനെ, ഭഗവാനെ, ഭാഗവതത്തെ അനുഭവമായിട്ട് സ്വന്തമായിട്ട് ലഭിക്കും എന്നൊരു ദൃഢത, ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ ഈ 5 ഏട്ടന്മാര് ഏതൊക്കെ വിധത്തിൽ തടസ്സം ചെയ്താലും ഭഗവാന്റെ കാരുണ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എന്ന് രുക്മിണി കല്യാണം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. തുടർന്ന് ആ കൃഷ്ണ രുക്മിണി ദാമ്പത്യ ജീവിതത്തിൽ കാമദേവൻ പ്രദ്യുമ്നൻ എന്ന പേരിൽ അവതരിച്ചു എന്ന് പ്രദ്യുമ്നോൽപത്തിയെ പാടി പിന്നീട് 2 അധ്യായങ്ങളിലായിട്ട് സ്യമന്തക ചരിതം എന്ന പ്രകരണം വർണ്ണിച്ചു. സ്യമന്തകം എന്നു പേരായ ഒരു ദിവ്യരത്നത്തിന് വേണ്ടി പുറപ്പെട്ട ഭഗവാൻ ജാംബവതി, സത്യഭാമ എന്നിങ്ങനെ 2 കന്യാരത്നങ്ങളെ വിവാഹം ചെയ്യുന്നതായ കഥയാണ് സ്യമന്തക ചരിതം.
സത്രാജിത്ത് എന്ന് പേരായ ഒരു രാജാവ്. അദ്ദേഹം സൂര്യദേവന്റെ പരമഭക്തനാണ്. എത്രയോ കാലത്തെ സൂര്യോപാസന ചെയ്തതായ ഈ സത്രാജിത്തിന് സൂര്യദേവൻ പ്രത്യക്ഷപ്പെട്ട് സന്തോഷിച്ച് നൽകിയ ദിവ്യരത്നമാണ് സ്യമന്തകരത്നം. ഈ സ്യമന്തകരത്നത്തിന്റെ പ്രത്യേകത ദിനേ ദിനേ സ്വർണഭാരാൻ അഷ്ടൗ സൃജതി. വേണ്ടതുപോലെ പൂജിച്ചു കഴിഞ്ഞാൽ 8 ഭാരം സ്വർണം, എന്നുവെച്ചാൽ ഭാരം എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മൾ കിലോ എന്നൊക്കെ പറയുന്നത് പോലെ പണ്ടുള്ള ഒരു എന്താ പറയുക, അതിന് തൂക്കം കണക്കാക്കാനുള്ള ഒരു ഉപാധിയാണ്. അപ്പോ കിലോ കണക്കിന് സ്വർണം ഈ സ്യമന്തകരത്നത്തെ പൂജിച്ചാൽ കിട്ടും. ഇതാണ് അതിന്റെ പ്രത്യേകത. അങ്ങനെ ദിവ്യമായ ഒരു രത്നം തനിക്ക് സ്വന്തമായി കിട്ടിയപ്പോ സത്രാജിത്തിന് അല്പം അഹങ്കാരം തലയിൽ കയറി. ഇനിയിപ്പോ ഇത് ആരെങ്കിലും ഒന്ന് കാണിക്കണ്ടേ, ആരുടെയെങ്കിലും മുമ്പിൽ ഇതിന്റെ കേമത്തൊന്ന് പറയണ്ടേ. അപ്പോഴാണ് നാട്ടുകാര് മുഴുവൻ ദ്വാരകയിലേക്ക് ഓടുക. ചോദിച്ചു ഭഗവാൻ, എന്താ ദ്വാരകയില്? ദ്വാരകയിൽ ഇപ്പൊ കൃഷ്ണൻ ശ്രീവല്ലഭനായിട്ട് ലക്ഷ്മീവല്ലഭനായിട്ട് ശോഭിക്കുക. അപ്പൊ സത്രാജിത്തിന് തോന്നി, അല്ല എനിക്കിപ്പോ എന്താ ലക്ഷ്മി കടാക്ഷം കുറവുണ്ടോ? ധാരാളം ധാരാളം സമ്പത്ത് തരാൻ കഴിവുള്ള ഈ സ്യമന്തകം എനിക്ക് സ്വന്തമായി കിട്ടിയതോടെ ഞാനും ലക്ഷ്മീപതി തന്നെയാ. അതുകൊണ്ട് കൃഷ്ണന്റെ മുൻപിൽ ചെന്ന് തന്റെ ഈ കേമത്വം ഒന്ന് കാണിച്ചു കൊടുക്കാം എന്ന ഭാവത്തിൽ സത്രാജിത്ത് ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. ഗോപുരം അങ്ങ് സത്രാജിത്ത് കടന്നതും സത്രാജിത്തിന്റെ കഴുത്തിലുള്ളതായ സ്യമന്തകത്തിന്റെ അതി തേജസ് കൊണ്ട് ദ്വാരകാവാസികൾ മുഴുവൻ അത്ഭുതപ്പെട്ടു. കാരണം സൂര്യന് തുല്യമായ തേജസ്. സൂര്യനെ നേരെ നോക്കാൻ പറ്റുമോ? സൂര്യനെ നേരെ നോക്കാൻ പറ്റൂ? ഇല്ല. അതുപോലെയുള്ള പ്രകാശം വരുന്നത് കണ്ടപ്പോ എല്ലാവരും ചെന്ന് ഭഗവാനോട് പറഞ്ഞു, ദാമോദര അരവിന്ദാക്ഷ ഏഷ ആയാതി സവിത ത്വാം ദിദൃക്ഷുർജകൽപതേ. ഭഗവാനെ, അങ്ങയെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് ദ്വാരകയില് ഇന്ദ്രൻ വരാറുണ്ട്, ചന്ദ്രൻ വരാറുണ്ട്, വായുവും വരുണനും ഒക്കെ വരാറുണ്ട്. പക്ഷേ ഇതിപ്പിതാ സൂര്യദേവൻ തന്നെ അങ്ങയെ കാണാൻ വരികയാണോ എന്നാണ് സംശയം. എത്രയോ ദൂരത്ത് സൂര്യൻ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ചൂട് സഹിക്കാൻ പറ്റണില്ല. അപ്പൊ പിന്നെ ആ സൂര്യദേവൻ ഇങ്ങോട്ടേക്ക് വന്നാൽ ഞങ്ങളൊക്കെ കരിഞ്ഞുണങ്ങില്ലേ? നിലവിളി കേട്ട് ഭഗവാൻ ഒന്ന് നോക്കി. ഭഗവാൻ ഒന്ന് നോക്കിയപ്പോ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ ആരും പേടിക്കണ്ട, അത് സൂര്യദേവനൊന്നുമല്ല. പിന്നെയോ സൂര്യദേവന്റെ പരമഭക്തനായ സത്രാജിത്ത് കഴുത്തിലെ മാല കാണിക്കാൻ വരുന്നതാ. അങ്ങനെ ഭഗവാൻ സത്രാജിത്തിനെ സ്വീകരിച്ചു. വരൂ സത്രാജിത്തെ, വരൂ, ഇരിക്കൂ. എന്തൊക്കെയാ വിശേഷം? സുഖം തന്നെയല്ലേ? രാജ്യഭരണമൊക്കെ എങ്ങനെ പോണു എന്നൊക്കെ ഗംഭീരമായിട്ട് ലോക്യം ചോദിച്ചു. എന്നാൽ കാണുമ്പോ തന്നെ കൃഷ്ണൻ ചോദിക്കണ്ടേ, ഇത് എവിടുന്നാ സത്രാജിത്തെ കഴുത്തിലൊരു രത്നം? എന്താ ഇതിന്റെ പേര്? ഇതെവിടുന്നാ കിട്ടിയത്? ഇതൊക്കെ ചോദിക്കും എന്നുള്ള മോഹത്തിലാണ് സത്രാജിത്ത് പുറപ്പെട്ടതെന്നാൽ ഭഗവാൻ അത് നോക്കും കൂടെ ചെയ്യണില്ല. കഴുത്തിലുള്ള മാല ഇങ്ങനെ ആട്ടിയിട്ടൊക്കെ കാണിച്ചു കൊടുത്തു. എന്നാലെങ്കിലും കൃഷ്ണനൊന്ന് നോക്കുവോ? ഭഗവാൻ നോക്കണില്ല. അല്ലേ? മറ്റുള്ളവര് കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു വേഷം കെട്ടുക, അതാരും ശ്രദ്ധിക്കാണ്ടിരിക്കാന്ന് വെച്ചാൽ ഇതിൽ പരം സങ്കടം ഈ ലോകത്ത് വേറെ ഇല്ല. അപ്പോ ഒടുവില് നാണം കെട്ട് സത്രാജിത്ത് അങ്ങോട്ട് പറഞ്ഞു, കൃഷ്ണ കണ്ടില്ലേ എന്റെ കഴുത്തിലൊരു ഇപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത്, ഇതെന്താ സാധനം? പിന്നെ സത്രാജിത്തിന്റെ വക അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രഭാഷണം. ഇതിന്റെ പേര് സ്യമന്തകം എന്നാണ്. ഇത് സൂര്യദേവനെ തപസ് ചെയ്തപ്പോ എനിക്ക് കിട്ടിയതാണ്. എത്രയോ കാലത്തെ തപസ് ചെയ്യുന്ന ഭക്തന്മാർക്ക് മാത്രം സൂര്യദേവൻ നൽകുന്നതാണ്. വേണ്ടതുപോലെ പൂജിച്ചാൽ തട്ടാതെ മുട്ടാതെ 8 ഭാരം സ്വർണം നൽകാൻ കഴിവുള്ള ദിവ്യരത്നമാണ് ഈ സ്യമന്തകം എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു, സത്രാജിത്തെ, സ്വർണം കനകം നല്ലത് തന്നെ, പക്ഷേ അത് അധികമായാൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അല്ലേ? കനകം മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം എന്നല്ലേ? അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ, ഈ സ്യമന്തകം അങ്ങ് എന്റെ കയ്യിലേക്ക് തരൂ. ഞാനിവിടെ ദ്വാരകയിൽ സൂക്ഷിക്കാം. ഇവിടെ പൂജിച്ച്
കിട്ടുന്ന സ്വർണ്ണമൊക്കെ ഞാനിവിടെ സൂക്ഷിക്കാം, ഒരു ഡയറിയില് എത്ര കിട്ടിയെന്നൊക്കെ എഴുതി വെക്കാം. അങ്ങക്ക് എപ്പോഴാണോ സ്വർണം ആവശ്യം അപ്പോ വണ്ടി അയച്ചാൽ മതി, ഞാൻ കയറ്റി വിടാം. ഇത് കേട്ടപ്പോ സത്രാജിത്തിന് അത്ഭുതം തോന്നി. താൻ ഇത്ര കാലം കഷ്ടപ്പെട്ടിട്ട് തലകുത്തി നിന്ന് തപസ് ചെയ്തിട്ട് കിട്ടിയ സെമന്തകം ഒരു നാണവുമില്ലാണ്ട് ഈ കൃഷ്ണൻ എന്തിനാ ചോദിക്കുന്നത് എന്ന് മാത്രല്ല, ഭഗവാൻ പറഞ്ഞു, ഈ സെമന്തകം എന്റെ കയ്യിൽ വെച്ചാൽ സത്രാജിത്തെ വേറൊരു ഗുണുണ്ട്. എന്താ ഗുണം? ഒന്ന്, ദ്വാരക സമുദ്രത്തിന്റെ മധ്യത്തിലായതുകൊണ്ട് കള്ളന്മാരൊന്നും അത്ര പെട്ടെന്ന് കയറി ആക്രമിക്കില്ല. പിന്നെ മറ്റൊന്ന്, എന്റെ കയ്യിൽ നിന്ന് ഒരു കള്ളനും കൊണ്ടുപോവില്ല. എന്തേ? ഞാൻ തന്നെ നല്ല കള്ളനാ. കേട്ടിട്ടില്ലേ കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുക്കാന്ന്? അതുപോലെ എന്റെ കയ്യിൽ തന്നാൽ വേറെ കള്ളന്മാർക്കൊന്നും പിന്നെ എടുക്കാൻ പറ്റില്ല. ഇത് കേട്ടപ്പോ സത്രാജിത്തിന് സഹിച്ചില്ല. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ എന്ന് പറയുന്നത് പോലെ വെണ്ണയ്ക്കിരന്നു വഴിയെ മണിയും കിലുക്കി നടന്ന കുഞ്ഞിക്കിടാവായിരുന്നല്ലേ ഈ കൃഷ്ണൻ. വെണ്ണ തരുവോ പാല് തരുവോ എന്ന് എരന്നു നടന്നതായ ഇവന് ഞാൻ തപസ് ചെയ്തുണ്ടാക്കിയ സെമന്തകം കിട്ടണമെന്ന മോഹം. സത്രാജിത്ത് പറഞ്ഞു, തൽക്കാലം ഇപ്പൊ എന്റെ കഴുത്ത് തന്നെ കിടന്നോട്ടെ എന്നും പറഞ്ഞ് തിരിച്ചുപോയി. കൊട്ടാരത്തിൽ വെച്ച് അതിഗംഭീരമായിട്ട് സെമന്തകത്തെ പൂജിച്ചു. ഒന്നാമത്തെ ദിവസം പൂജ കഴിയുമ്പോഴേക്കും ഒരു പെട്ടി സ്വർണം കിട്ടി. അത് കൊണ്ടുപോയി ഖജനാവിൽ വെച്ചു. ഓരോ ദിവസം കഴിയും തോറും സ്വർണം ധാരാളമായിട്ട് ലഭിച്ചു എന്ന് മാത്രമല്ല, സത്രാജിത്തിന് നിരന്തരമായിട്ട് ഈ സെമന്തകത്തെ കാണാൻ തുടങ്ങിയപ്പോ എന്തായി? സെമന്തകത്തിനോടൊരു സന്നികർഷത എന്ന സ്വഭാവം വന്നു. എന്താ സന്നികർഷത എന്ന് വെച്ചാല്, നിരന്തരമായിട്ട് കാണുമ്പോ ഒരു വസ്തുവിനോട് സ്നേഹം 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 കൂടോ കുറയോ? കുറയും അല്ലേ? നിരന്തരമായിട്ട് കാണുമ്പോ സ്നേഹം കുറയും. ഏതൊരു വസ്തുവിനോടാണെങ്കിലും കിട്ടുമ്പോഴുള്ള സ്നേഹം കുറച്ചു കാലം കഴിയുമ്പോ ഉണ്ടാവില്ല. നോക്കിക്കോളൂ അല്ലേ? ഇപ്പോ പുതിയ വണ്ടി വാങ്ങി, ആ വണ്ടി വാങ്ങിയ കുറച്ചു ദിവസം നമ്മൾ ഗംഭീരായിട്ട് ബക്കറ്റും സോപ്പ് വെള്ളമൊക്കെ എടുത്ത് കുളിപ്പിക്കും. കുറച്ചു ദിവസം കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ഉണ്ടാകും. മൊബൈൽ ഫോണൊക്കെ ആ വാങ്ങിയ സമയത്ത് എന്തൊരു സ്നേഹമായിരുന്നു അതിനോട്. കുട്ടി എടുക്കണ പോലെയൊക്കെ ശ്രദ്ധിച്ചിട്ടേ എടുക്കുള്ളൂ. കുറച്ചു ദിവസം കഴിഞ്ഞാൽ പിന്നെ ആ സ്നേഹമൊക്കെ കുറയും. ഇനി ഇതൊന്നും വേണ്ട, നമുക്കൊന്ന് ചിന്തിച്ചാൽ മതി. ഇപ്പോ ഗംഗയിൽ പോയി ഒരാൾ ഇവിടെ വന്നു വിചാരിക്കുക. കുറച്ച് അയാളുടെ കയ്യിലൊരു കുപ്പിയിൽ കുറച്ച് ഗംഗാതീർത്ഥം ഉണ്ട്. നമുക്കൊക്കെ അയാൾ ഗംഗാതീർത്ഥം തരണുണ്ടെങ്കിൽ നമ്മൾ വാങ്ങുമോ ഇല്ലയോ? വാങ്ങോ? കുറച്ച് ഗംഗാതീർത്ഥം കിട്ടിയാൽ കുടിക്കില്ലേ? ഓ, സന്തോഷാവും. അപ്പൊ കുറച്ച് ഹരിപാദതീർത്ഥമായ ആ ഗംഗാനദിയിലെ ജലം, ഗംഗാജലം ഒരല്പം കിട്ടിയാൽ നമ്മൾ എത്ര ഭക്തിയോടെ സേവിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കൂ, ആ ഗംഗയുടെ സൈഡിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ ഭാഗ്യം എന്തേ? മുക്കി 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 കുടിക്കാലോ രണ്ടു നേരവും ഗംഗാതീർത്ഥം. പക്ഷേ അവര് ഗംഗയിലെ ജലം കുടിക്കുന്നുണ്ടാവോ? അല്ലേ? അവര് പറയും, അയ്യോ ഈ വൃത്തികെട്ട വെള്ളം നമ്മൾ കുടിക്കൊന്നുമില്ല, ഇതിൽ ആരൊക്കെ വന്ന് കുളിക്കണത് അറിയും, ഞങ്ങള് ഷവറിന്നേ കുളിക്കുന്നു അല്ലേ? അപ്പോ നിരന്തരമായി ഗംഗയെ കാണുമ്പോൾ ഗംഗയുടെ മഹാത്മ്യം കുറയും. ഇതുപോലെ നിരന്തരമായി ഈ സെമന്തകത്തെ പൂജിക്കാൻ തുടങ്ങിയപ്പോ സത്രാജിത്തിന് സെമന്തകത്തോട് ഈ പറഞ്ഞ സന്നികർഷത എന്ന സ്വഭാവം ഉണ്ടായി. അതോടെ പൂജകളൊക്കെ കുറഞ്ഞു വന്നു. പൂജ കുറയണതിനനുസരിച്ച് സെമന്തകത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനവും കുറഞ്ഞു. ഇപ്പോ സെമന്തക രത്നത്തിൽ നിന്ന് വരുമാനവുമില്ല, അതിന് പൂജയും ചെയ്യാറില്ല. ആ സമയത്താണ് ഈ സത്രാജിത്തിന്റെ അനുജനായ പ്രസേനൻ വന്നിട്ട് പറഞ്ഞത്, ഏട്ടാ ഇതെനിക്ക് തരൂ, ഞാനിത് കഴുത്തിൽ കെട്ടിയിട്ട് നടക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും ആൾക്കാർ ചോദിക്കുമല്ലോ, ഇതെന്താ സാധനം എന്ന്. അപ്പൊ ഞാൻ ഏട്ടന്റെ കേമത്വം പറഞ്ഞ് നടന്നോളാം. ഇത് കേട്ടപ്പോ സത്രാജിത്തിന് തോന്നി, നന്നായി. അങ്ങനെ പ്രസേനന്റെ കഴുത്തിലേക്ക് ഈ സെമന്തക രത്നം കെട്ടിക്കൊടുത്തു. പ്രസേനൻ ഇതും കഴുത്തിൽ കെട്ടിയിട്ട് നേരെ പോയത് നായാട്ടിനായിരുന്നു. നായാട്ടിന് പോയ പ്രസേനനെ 2 ദിവസം കഴിഞ്ഞിട്ടും പിന്നെ കണ്ടില്ല. പോയ അനുജൻ തിരിച്ചു വരാതായപ്പോ സത്രാജിത്തിന് വേവലാതിയായി. അനിയൻ പോയതിന്റെ ടെൻഷനല്ല, സെമന്തകം പോയല്ലോ എന്നുള്ള ടെൻഷനാ.
രാത്രിയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് സത്രാജിത്ത്. ഉറക്കം വരുന്നില്ല. കാരണം ആരായിരിക്കും? ഇനി ആരെങ്കിലും ശമന്തകരത്നത്തിന് വേണ്ടിയിട്ട് തന്റെ അനുജനെ അപായപ്പെടുത്തിയിട്ടുണ്ടാകുമോ എന്നുവരെ ചിന്തിച്ചു സത്രാജിത്ത്. അങ്ങനെ ഉറക്കമൊഴിഞ്ഞ സത്രാജിത്ത് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ആലോചിച്ചത്, അങ്ങനെ ശമന്തകത്തിന് ആഗ്രഹം പ്രകടിപ്പിച്ച ആരൊക്കെയുണ്ട്? ചിന്തിച്ചപ്പോ ആദ്യം തന്നെ വന്ന പേര് കൃഷ്ണൻ എന്നുള്ളതാണ്. പണ്ട് താൻ ദ്വാരകയിൽ പോയപ്പോ ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ തന്നോട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് തരുവോ എന്ന്. മൂപ്പരുടെ ഹിസ്റ്ററി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണനാവാനേ ചാൻസ് ഉള്ളൂ. കാരണം വെണ്ണ തരുവോ എന്ന് ചിരിച്ചുകൊണ്ട് ചോദിക്കും. കൊടുത്താ വാങ്ങും, കൊടുത്തിട്ടില്ലെങ്കിലോ കക്കും. അത് അവന്റെ സ്വഭാവം. അപ്പോ ശമന്തകം തരുവോ എന്ന് ചോദിച്ചു, കൊടുത്തില്ല. അപ്പൊ ഇനി ശമന്തകം കിട്ടാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ വല്ലതും ചെയ്തിട്ടുണ്ടാകുമോ? ഇതങ്ങ് മനസ്സിൽ വന്നതും സത്രാജിത്തിന് ഇതിപ്പോ ആരോടെങ്കിലും പറയാണ്ടിരുന്നാൽ ഒരു സുഖില്ല. ഉറങ്ങണ്ടേ? അവസാനം ഈ അർദ്ധരാത്രിയിൽ ഇതിപ്പോ ആരോടാ പറയാ? തൊട്ടടുത്ത് കൂർക്കം വലിച്ചുറങ്ങണുണ്ട് സത്രാജിത്തിന്റെ ഭാര്യ. സത്രാജിത്തിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ പരദൂഷണത്തിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുത്ത ആളാ. കുലുക്കി വിളിച്ചു. അവള് പറഞ്ഞു, ഞാനൊന്ന് ഉറങ്ങട്ടെ, രാവിലെ പറഞ്ഞാ മതി. അല്ല, എനിക്കിപ്പോ ഒരു കാര്യം പറയണം. അല്ല, രാവിലെ പറഞ്ഞാ മതി. എത്രയായിട്ടും ഉണരണില്ല എന്ന് കണ്ടപ്പോ സത്രാജിത്ത് ഒരു വാക്ക് പറഞ്ഞു. അതോടെ അവളുടെ ഉറക്കവും പോയി. എന്തു പറഞ്ഞു? ശമന്തകെന്നൊന്നും പറഞ്ഞിട്ടില്ല. സത്രാജിത്ത് ഒറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ, നീ ആരോടും പറയരുത്. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ആരോടും പറയരുതെന്ന് കേട്ടപ്പോ ഉറക്കൊക്കെ പോയി. കണ്ണു തുറന്നു. എന്നാ ഇപ്പൊ തന്നെ പറഞ്ഞോളൂ. അല്ല, രാവിലെ അല്ല, ഇനി എനിക്കുറങ്ങണ്ടേ? വേറെ ഒന്നുമില്ല. കൃഷ്ണനാണോന്നൊരു സംശയം ശമന്തകം കണ്ടത്. പറയേണ്ട താമസം സത്രാജിത്ത് മൂടി ഉറങ്ങി. ഇനി ഇവൾക്ക് ഉറക്കാൻ വരുമോ? പിറ്റേ ദിവസം രാവിലെ ദാസിയോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്ന് ആരോടും പറയരുത്, കൃഷ്ണനാണ് ശമന്തകം കട്ടത്. ഇങ്ങനെ കർണേജപന്മാര് ചെവിയിൽ പോയിട്ട് കുശു 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 എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ള ആൾക്കാർ ഇതങ്ങ് ഏറ്റെടുത്തു. നമ്മുടെ നാട്ടിൽ പിന്നെ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ പരത്താൻ പണ്ട് ഈ ചാനലുകളൊന്നും ഇല്ലല്ലോ. അപ്പോ അതിനായിട്ട് പ്രവർത്തിച്ച കുറെ ആൾക്കാരുണ്ടായിരുന്നു, പരദൂഷണക്കാര്. അവരെത്ര കഷ്ടപ്പെടുന്നു എന്നറിയോ? ഇവിടുന്ന് എടുത്തിട്ട് അവിടെ കൊണ്ടു കൊടുക്കുക, അവിടുന്നുള്ളത് ഇവിടെ കൊണ്ടു കൊടുക്കുക. ഇങ്ങനെ ആർക്കും ഒരു ഉപകാരം ഇല്ലെങ്കിൽ ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? പണ്ടൊരു ഗുരുനാഥന്റെ അടുത്ത് വന്നിട്ട് ഒരു ശിഷ്യൻ പറഞ്ഞു, ഗുരുനാഥ, ഞാൻ എൻ്റെ അയൽവാസിയെ കുറിച്ചിട്ട് ഒരു കാര്യം പറയട്ടെ. ഇവന്റെ ആവേശമൊക്കെ കണ്ടപ്പോ തന്നെ ഗുരുനാഥന് മനസ്സിലായി എന്തോ പരദൂഷണം പറയുന്ന പരിപാടി. ഗുരുനാഥൻ ചോദിച്ചു, പറയണതിന് മുമ്പ് ഇത് കേട്ടാൽ എനിക്കെന്തെങ്കിലും ഗുണമുണ്ടോ? അങ്ങനെ ഗുണമൊന്നുമില്ല. പറഞ്ഞാൽ നിനക്ക് ഗുണമുണ്ടോ? ഇല്ല. ആ വീട്ടുകാർക്ക് ഗുണമുണ്ടോ? ഇല്ല. നാട്ടുകാർക്ക് ഗുണമുണ്ടോ? ഇല്ല. ആർക്കെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. എന്നാ പിന്നെ പറയാണ്ടിരിക്കല്ലേ ഭേദം അല്ലേ? ഇവിടെ ഈ ശമന്തക രത്നത്തെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ നാട് മുഴുവൻ ചൂടുപിടിച്ച് നടക്കുമ്പോ ബലരാമന്റെ ചെവിയിലും എത്തി ഇങ്ങനൊരു വാർത്ത. ബലരാമൻ ചെന്ന് കൃഷ്ണനോട് ചോദിച്ചു, കൃഷ്ണ, നിന്റെ കയ്യിൽ ശമന്തകം എന്നുള്ള രത്നമുണ്ടോ? ഭഗവാൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടും കൂടിയില്ല. അന്ന് ആ സത്രാജിത്ത് വന്നപ്പോ ഒന്ന് നോക്കി, അയാളോട് ഞാൻ ചോദിച്ചിരുന്നു, അയാൾ എനിക്ക് തന്നിട്ടുമില്ല. എന്നാൽ നാട്ടുകാരൊക്കെ ഇപ്പൊ നിന്നെ കള്ളന്നാ വിളിക്കണത്. നിന്നിപ്പോ നാട്ടുകാര് കള്ളന്നാ വിളിക്കുന്നത്. അപ്പൊ ഭഗവാൻ ചിരിച്ചോണ്ട് പറഞ്ഞു, അതിപ്പോ നല്ല, പണ്ടേ എന്നെ കുറിച്ച് നാട്ടുകാര് കള്ളൻ തന്നെയാ പറയുന്നത്. അതല്ല, ശമന്തകം മണികട്ട കള്ളന്ന നാട്ടുകാര്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, നാട്ടുകാരെങ്ങനെ പലതും പറയും അല്ലേ? എല്ലാവരെ കൊണ്ടും നല്ലത് പറയിപ്പിച്ചിട്ട് ജീവിക്കാനാവും തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എല്ലാവരും നമ്മളെ കുറിച്ച് നല്ലത് പറയാൻ പറ്റുന്ന? നിങ്ങൾ പറയുന്നു. അങ്ങനെ ഒരു ജീവിതത്തിൽ 100% ധർമ്മം ചെയ്ത മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമനെ കുറിച്ച് പരദൂഷണം പറയാൻ ആളുണ്ടെങ്കിൽ നമ്മളെ കുറിച്ച് ഇപ്പൊ 4 പരദൂഷണം ഇറങ്ങിയാലും വേവലാതിയൊന്നും വേണ്ട. കാരണം ഈ ലോകം അങ്ങനെയാണ്. ഇവിടെ ബലരാമസ്വാമിയോട് ഭഗവാൻ പറയുന്നുണ്ട്, ഏട്ടാ, നാട്ടുകാര് അവര് തിരിച്ചും പറയും മറിച്ചും പറയും.
വളരെ പെട്ടെന്ന് മാറ്റം വരും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടണ്ട. അല്ല, എന്റെ അനിയൻ കള്ളെന്ന് പറഞ്ഞാലേ എനിക്ക് കുറച്ച് വിഷമം. ഇപ്പൊ എന്താ വേണ്ടത്? നീ ഒന്നത് തെളിയിക്കണം, നീ നിരപരാധിയാണ് എന്ന് തെളിയിക്കണം. പുറപ്പെട്ടു. ഭഗവാൻ കുറച്ച് യാദവന്മാരെയും കൂട്ടി പ്രസേനൻ പോയ ആ കാട്ടിലേക്ക് അകത്തേക്ക് പോയി. കുറെ ആ ഉൾക്കാട്ടിലേക്ക് എത്തിയപ്പോ അവിടെ മരിച്ചു കിടക്കുന്നതായ ആ ശരീരത്തെ കണ്ടു. പ്രസേനന്റെ ശവശരീരം കണ്ടു. പക്ഷെ ശമന്തകം ഉണ്ടായിരുന്നില്ല. പിന്നെ കണ്ടത് അവിടുന്ന് ഒരു സിംഹം നടന്നുപോയ വഴിയാണ്. കുറച്ചു ദൂരത്തെത്തിയപ്പോഴാണ് ഒരു സിംഹം ചത്ത് കിടക്കുന്നത് കണ്ടത്. പിന്നെ കണ്ടത് ഒരു വലിയ കരടി നീങ്ങിപ്പോയതായ ഒരു വഴി. അടുത്തായിട്ട് വലിയൊരു ഗുഹ. സ്വാഭാവികമായിട്ടും ഈ ഗുഹയ്ക്കകത്ത് എന്തെങ്കിലും ഒരു തെളിവുണ്ടാവും എന്നുറപ്പിച്ച് ഭഗവാൻ യാദവന്മാരോടൊപ്പം ആ ഗുഹയുടെ അകത്തേക്ക് പുറപ്പെട്ടു. ജാമ്പവാന്റെ ആ ഗുഹയുടെ ഉള്ളിലേക്ക് അങ്ങ് എത്തുമ്പോഴേക്കും വെളിച്ചം കുറയാൻ തുടങ്ങി. കൂരിരുട്ട് വർദ്ധിച്ചു. കുറെ കൂടി അകത്തേക്ക് എത്തിയപ്പോ യാദവന്മാര് ഭഗവാനോട് പറഞ്ഞു, കൃഷ്ണ, നിന്നെ പോലെ ഞങ്ങൾക്കിങ്ങനെ ഈ ഇരുട്ടത്ത് പോയി തപ്പിയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അകത്തേക്ക് വരാൻ നല്ല പേടിയുണ്ട്. എങ്കിൽ നിങ്ങൾ പുറത്തു നിന്നോളൂ, ഞാൻ പോവാം. ഞാൻ പോയിട്ട് ചെമന്തൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഭഗവാൻ ആ കൂരിരുട്ടിലങ്ങ് മറഞ്ഞു. യാദവന്മാര് കുറച്ചു സമയം നിന്നു. പിന്നെ അവർക്ക് പേടിയായി. അവര് തിരിച്ച് ദ്വാരകയിലേക്ക് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അയ്യോ, ഇനിയിപ്പൊ കൃഷ്ണനെ കിട്ടാൻ എന്താ വഴി, കൃഷ്ണനെ തിരിച്ചു കിട്ടാൻ എന്താ മാർഗം എന്ന് എല്ലാവരും പരിഭ്രമിക്കുന്നത് കണ്ടപ്പോ രുക്മിണീ ദേവി പറഞ്ഞു, കൃഷ്ണനെ കിട്ടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ വഴി? ദുർഗാം കൃഷ്ണോപലബ്ധയേ. ഗോപികമാർക്ക് ഭഗവാനെ എങ്ങനെ കിട്ടി? ആ കാത്യായനിയെ പൂജിച്ചിട്ടല്ലേ. എനിക്ക് ഭുവനസുന്ദരനായ ആ കൃഷ്ണനെ കിട്ടിയത് ത്രിപുരസുന്ദരിയായ പാർവതിയെ ഉപാസിച്ചിട്ടല്ലേ. അതുകൊണ്ട് ഭഗവാനെ കിട്ടാൻ നമുക്ക് ഭഗവതിയെ സേവിക്കാം എന്ന് പറഞ്ഞ് ദ്വാരകാവാസികള് അതിഗംഭീരമായിട്ട് ആ ഭഗവതി സേവ ആരംഭിച്ചു. സർവവിധത്തിലും ആ ഭഗവതി സേവ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നതായ രംഗത്തിൽ ഇവിടെ കാട്ടില് ഗുഹയുടെ അകത്തേക്ക് ആ ഭഗവാൻ അങ്ങനെ കയറി പോകും തോറും ഇരുട്ട് കൂടിക്കൂടി വന്നു. കുറച്ചുകൂടി അകത്തേക്ക് പോയപ്പോ എന്തായി? ഇരുട്ട് കുറയാൻ തുടങ്ങി, വെളിച്ചം കൂടാൻ തുടങ്ങി. അതിയായ പ്രകാശം. ആ പ്രകാശം ഗുഹയുടെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ തന്നെ ഭഗവാന് ഉറപ്പായി ഇത് ശമന്തകത്തിന്റെ പ്രകാശമാണ്. പണ്ട് സത്രാജിത്ത് കൊട്ടാരത്തിലേക്ക് വരുമ്പോ ഇതേ വെളിച്ചമായിരുന്നു. നേരെ അകത്തേക്ക് അങ്ങ് പോയപ്പോ കണ്ട കാഴ്ച, അവിടെ കുറെ കൊരങ്ങന്റെ കുട്ടികള് ഈ ശമന്തകരത്നം തട്ടിക്കളിക്കുക. ഇത് കണ്ടപ്പോ ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു. പാവം ആ സത്രാജിത്ത് എത്രയോ കഷ്ടപ്പെട്ട് സൂക്ഷിച്ചതായ ശമന്തകം നോക്കൂ, ഇപ്പോ കൊരങ്ങന്മാര് തട്ടിക്കളിക്കുക. പെട്ടെന്നാണ് ഈ കൊരങ്ങന്റെ കുട്ടികളെ കണ്ടത്. എന്ത്? അതിസുന്ദരനായ കൃഷ്ണനെ. അതിസുന്ദരനായ കൃഷ്ണനെ കണ്ടതും ഈ കൊരങ്ങന്റെ കുട്ടികള് നിലവിളിച്ചുകൊണ്ട് അകത്തു പോയിട്ട് പറഞ്ഞു, കാണാൻ നമ്മുടെ അത്രയൊന്നും സൗന്ദര്യമില്ലാത്ത ഏതോ ഒരു ജീവി പുറത്തു വന്ന് നിൽക്കുന്നുണ്ട്. കാണാൻ നമ്മളെ പോലെയൊന്നും സൗന്ദര്യമില്ലാത്ത ഏതോ ഒരു ജീവി പുറത്തു നിൽക്കുന്നുണ്ട് എന്ന് ആര് പറഞ്ഞു? ഈ കൊരങ്ങന്മാര് പറഞ്ഞു. അപ്പൊ ഭാഗവതം പറയണത് എന്താ അറിയോ? ഇപ്പൊ കൊരങ്ങന്മാർക്കൊരു വിചാരം ഉണ്ടാവും, എന്ത്? അവരാണ് സുന്ദരൻ. കഴുതകൾക്കൊരു വിചാരം ഉണ്ടാവും, എന്ത്? അവരാണ് സുന്ദരൻ. അതുപോലൊരു വിചാരേ നമ്മുടേതും ഉള്ളൂ എന്നാ പറഞ്ഞു വരുന്നത്. ഏതായാലും ഇവിടെ ആ ഒരു വാർത്ത കേട്ടതും ആ ഗുഹയുടെ അകത്ത് നിന്ന് ജാമ്പവാൻ എന്നുള്ളതായ ആ ഋക്ഷരാജൻ രാമഭക്തൻ ഒന്ന് ഇളകി എണീറ്റു. ജാമ്പവാൻ ശ്രീരാമാവതാര കാലം മുതൽ രാമരാമ രാമരാമ എന്ന് നാമം ജപിച്ചു കൊണ്ടിരിക്കുന്ന പരമഭക്തൻ സർവവിധത്തിലും തന്റെ ആ മുഷ്ടിയവിടെ ചുരുട്ടി. വാർദ്ധക്യം കൊണ്ട് ഈ കൺപോളകളുടെ മസിലൊക്കെ പോയിട്ടുണ്ട്, അതിന്റെ ശക്തിയൊക്കെ പോയിട്ടുണ്ട്. ഷട്ടറൊന്നും പൊതുന്നില്ല. എങ്കിലും മുമ്പിൽ ഒരാൾ നിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പിച്ച് ഇടിക്കു തുടങ്ങിയെന്ന. ഭഗവാന്റെ മാറിടം നോക്കിയിട്ട് ഇടിക്കാൻ തുടങ്ങി ജാമ്പവൻ. ഒരു ദിവസമല്ല, 27 ദിവസം. പക്ഷെ വെറുതെ ഇടിക്കല ചെയ്തത്. വിഭോ രഘുപതേ ജയ ജയ, വിഭോ രഘുപതേ ജയ ജയ. ശ്രീരാമചന്ദ്ര സ്വാമികൾ ജയിക്കട്ടെ
എന്റെ ശ്രീരാമചന്ദ്രസ്വാമികൾ ജയിക്കട്ടെ എന്ന് നാമം ജപിച്ചുകൊണ്ട് ഭഗവാൻ എങ്ങനെ ഇടിച്ചു? ഭഗവാൻ മനസ്സിൽ പറഞ്ഞു, ഇങ്ങനെ ജപിച്ചുകൊണ്ട് ഇടിച്ചാൽ എങ്ങനെയാ നീ ജയിക്കുക അല്ലേ? ഏതായാലും 27 ദിവസം കഴിഞ്ഞപ്പോ ഭഗവാന് തോന്നി, 27 ദിവസമായില്ലേ അർച്ചന തുടങ്ങിയിട്ട്, ഇനി പ്രസാദം കൊടുക്കാം. കുങ്കുമാർച്ചനയ്ക്ക് കൊടുത്താൽ കുങ്കുമം പ്രസാദം, പുഷ്പാഞ്ജലിക്ക് കൊടുത്താൽ പുഷ്പം പ്രസാദം, ഇടി കൊടുത്താൽ ഇടി പ്രസാദം. ഇതാണ് ഭഗവാന്റെ പോളിസി. ഭഗവാൻ 27 ദിവസം കഴിഞ്ഞപ്പോ ജാമ്പവാന് തിരിച്ചൊരു ഇടി അവിടെ കൊടുത്തു. ഇടിച്ചപ്പോഴാണ് ജാമ്പവാൻ മലർന്നു വീണപ്പോഴാണ് കൺപോളകള് ഒന്ന് തുറന്നത്. അവിടെ കോദണ്ഡപാണിയായ സാക്ഷാൽ ദശരഥപുത്രനെ രാമനെ കണ്ടു. ഒരു നിമിഷം ശ്രീരാമനായിട്ട് ഭഗവാൻ ദർശനം കൊടുത്തു. പെട്ടെന്ന് പിലിക്കിരീടം ധരിച്ച ശ്യാമസുന്ദരനായ കൃഷ്ണനായിട്ട് മാറി. ജാമ്പവാൻ പറഞ്ഞു, ഭഗവാനെ അങ്ങായിരുന്നു എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം ഒരു വാക്ക് പറയണ്ടേ? മിണ്ടാണ്ട് ഇങ്ങനെ ഇടി കൊണ്ടത് കൊണ്ടല്ലേ ഞാൻ ഇടിച്ചത്. എന്തേ അങ്ങ് പറയാഞ്ഞത്? ഞാനിങ്ങനെ ഇടിക്കുമായിരുന്നോ എന്ന് ചോദിച്ചപ്പോ ജാമ്പവാനോട് ഭഗവാൻ പറഞ്ഞു, അല്ല, അങ്ങയ്ക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ. എന്തു മോഹം? എന്നെ ഇടിക്കണമെന്ന്? അയ്യോ, എനിക്കെങ്ങനെ മോഹമൊന്നും സത്യം പറയൂ ഉണ്ടായിരുന്നില്ലേ? ചോദിച്ചപ്പോ ജാമ്പവാൻ പറഞ്ഞു, ഉണ്ടായിരുന്നു. അപ്പോ രാമാവതാര കാലത്ത് രാവണനുമായിട്ട് യുദ്ധം ചെയ്യുന്നതായ ആ ശ്രീരാമന്റെ ശക്തിയും വൈഭവവും ശരീരത്തിന്റെ തേജസ്സൊക്കെ കണ്ടപ്പോ അന്ന് ജാമ്പവാനൊരു മോഹം ഉണ്ടായിരുന്നു അത്രേ. എന്ത്? ഈ രാമനെ പിടിച്ച് നാലിട്ടി കൊടുക്കാൻ പറ്റണമായിരുന്നു. പക്ഷെ അന്ന് ഒപ്പമുള്ള ആളായതുകൊണ്ട് ഇടിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോ ആ ആഗ്രഹം ഭഗവാൻ സാധിപ്പിച്ചു കൊടുത്തു. ഏതായാലും എന്തിനാ ഇപ്പൊ എന്റെ ഗുഹയിലേക്ക് വന്നത് ചോദിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു, അത് എന്നെ കുറിച്ച് ഇപ്പോ നാട്ടില് ഒരു പരദൂഷണം കേൾക്കേണ്ട താമസം ജാമ്പവാൻ തലയിൽ കൈവച്ചു. ഇത് കഴിഞ്ഞ അവതാരത്തിലും പരദൂഷണം, ഈ അവതാരത്തിലും. എന്ത് ചെയ്യാം ജാമ്പവാൻ? പരദൂഷണക്കാരെന്നെ തന്നെ വെറുതെ വിടുന്നില്ല. ഇപ്പൊ എന്താ പരിപാടി? എന്താ പ്രശ്നം? ഒന്നുമില്ല. സെമന്തകം എന്ന് പറയുന്ന ഒരു രത്നം അത് വിടിണ്ട്. ഒരു സിംഹം കടിച്ചിങ്ങനെ പോണത് കണ്ടപ്പോ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാതെ വെച്ചിട്ട് ഞാൻ ആ സിംഹത്തെ കൊന്ന് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. വേഗം ആ സെമന്തക രത്നം എടുത്ത് ഭഗവാന്റെ കയ്യിലേക്ക് അങ്ങ് സമർപ്പിച്ചു. ജാമ്പവാന് ഈ സെമന്തക രത്നം കണ്ടപ്പോ ഒരു വിലയും തോന്നിയില്ല. ജാമ്പവാന്റെ കയ്യിലെത്തിയപ്പോ സെമന്തക രത്നത്തിന് ഒരു മഹിമയും തോന്നിയില്ല. കാരണം ജാമ്പവാന്റെ കയ്യിൽ അതിനേക്കാൾ വില പിടിപ്പുള്ള ഒരു രത്നം ഉണ്ടായിരുന്നു. അത് സാക്ഷാൽ ശ്രീരാമനാമമാകുന്ന രത്നമായിരുന്നു. വാൽമീകി വായ്പുറ്റിൽ വിളഞ്ഞ രത്നം, കാശീശ്വരൻ കാതിനു തന്ന രത്നം, വൈദേഹി വക്ഷസ്സിലണിഞ്ഞ രത്നം, കാക്കട്ടെ രാമത്തിരുനാമരത്നം. സദാസമയവും രാമനാമം ജപിക്കുന്നതായ ജാമ്പവാന് സെമന്തകത്തിന്റെ ആ ഒരു പ്രഭയില് ഒരു മഹാത്മ്യവും തോന്നിയില്ല. വേഗം ഭഗവാന്റെ കയ്യിലേക്ക് കൊടുത്തു. ഭഗവാൻ ആ സെമന്തകരത്നത്തെ തന്റെ കയ്യിലേക്ക് എടുത്ത് ജാമ്പവാനോട് യാത്ര പറഞ്ഞു. എന്നാ പിന്നെ ശരി, പിന്നെ കാണാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ജാമ്പവാൻ പിറകുന്ന് വിളിച്ചത്. അല്ല, അങ്ങനെ പോവരുത്. പിന്നെ അങ്ങയ്ക്കായിട്ട് സൂക്ഷിച്ചു വെച്ച വേറൊരു രത്നം കൂടി തന്റെ കയ്യിൽ ഇനിയുണ്ടോ? ഉണ്ട്. എന്നാ തന്നോളൂ, ഞാൻ എടുത്തോളാം. എടുക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു. നടക്കുന്ന രത്നം. അതേത് രത്ന? കന്യാരത്നം. മറന്നുപോയോ? എന്റെ മകളായ ജാമ്പവതി. അപ്പളാ ഭഗവാൻ ഓർത്തത്, ശരിയാ, കഴിഞ്ഞ അവതാര കാലത്ത് എൻഗേജ്മെന്റ് കഴിഞ്ഞു വെച്ചതാ അല്ലേ? ശ്രീരാമന്റെ ആ സൗന്ദര്യവും മഹിമയും ഒക്കെ അറിഞ്ഞപ്പോ അന്ന് ജാമ്പവാൻ ഒരു മോഹമുണ്ടായി. തന്റെ മകളായ ജാമ്പവതിയെ രാമന് കൊടുക്കണം. രാമനോട് തുറന്നു ചോദിക്കുകയും ചെയ്തു, ഭഗവാനെ, എന്റെ മകളെ ഒന്ന് വിവാഹം കഴിക്കൂ. അപ്പോ ശ്രീരാമൻ പറഞ്ഞു, ഈ അവതാരത്തിൽ പറ്റും തോന്നണില്ല. എന്തേ? ഏകപത്നീ വ്രതധര. ഈ ഒരു ശ്രീരാമാവതാരം ഏകപത്നീ വ്രതമാണ് അല്ലേ? രണ്ടാമതൊരു വിവാഹം ഞാൻ കഴിക്കില്ല എന്ന് ഉറപ്പിച്ചിട്ടാ. പക്ഷെ പേടിക്കേണ്ട ജാമ്പവാൻ, ദ്വാപരയുഗത്തിന്റെ അന്ത്യത്തിൽ ഞാൻ കൃഷ്ണാവതാരം എന്നൊരു അവതാരം എടുത്തിട്ടുണ്ട്. അന്ന് വേണമെങ്കിൽ നോക്കാം. അല്ല, അന്നും ഇതുപോലെ വല്ല വ്രതവും കൊണ്ട് വന്നാൽ
അപ്പോ ഭഗവാൻ പറഞ്ഞു, പേടിക്കണ്ട, ആ അവതാരത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കണക്കൊന്നും തീരുമാനിച്ചിട്ടില്ല, കിട്ടണിടത്തോളം കഴിക്കാന്ന് വെച്ചിട്ടുള്ള പുറപ്പാടാ. എങ്കിൽ അപ്പോ അന്ന് ആ ജാമ്പവതിക്ക് നിത്യയൗവനം കൊടുത്ത് അനുഗ്രഹിച്ചു. ആ ജാമ്പവതിയെ ഭഗവാൻ ഇതാ വിവാഹം ചെയ്തു. ഒരു കയ്യില് ജാമ്പവതിയും ഒരു കയ്യില് സെമന്തകരത്നവുമായിട്ട് ഭഗവാൻ പുറപ്പെട്ടു. ഭഗവതി സേവ ദ്വാരകയിൽ 41 ദിവസം കഴിയുന്ന സമയം ദ്വാരകയുടെ ഗോപുരം തുറന്ന് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ജാമ്പവതി സമേതനായിട്ട് ഇതാ കയറി വരുന്നു. ഭഗവാൻ പുതിയൊരു കല്യാണം കഴിച്ചു വരുന്നു എന്നറിയേണ്ട താമസം രുക്മിണി സന്തോഷത്തോടുകൂടി നിലവിളക്കൊക്കെ കൊണ്ടുവന്ന് ആ ജാമ്പവതിയെയും കൃഷ്ണനെയും ഭംഗിയായിട്ട് അകത്തേക്ക് അങ്ങനെ സ്വീകരിച്ചു. ഇനിയിപ്പോ കുറച്ചു കാലം രുക്മിണിക്ക് തന്നെയാ പണി. ഏതായാലും അകത്തേക്ക് അങ്ങനെ സ്വീകരിച്ചു. സ്യമന്തകം കൊണ്ടുപോയി ഭഗവാൻ സത്രാജിത്തിന്റെ കയ്യിൽ കൊടുത്തപ്പോ സത്രാജിത്തിന് വല്ലാത്ത വിഷമം. കൃഷ്ണനെ കുറിച്ച് താൻ അപരാധം പറഞ്ഞുവല്ലോ. സത്രാജിത്ത് പറഞ്ഞു, ഭഗവാനെ, ഒന്നുകിൽ ഈ സ്യമന്തകരത്നം അങ്ങ് തന്നെ തിരിച്ചെടുക്കുക, ഇല്ലെങ്കിൽ എന്റെ മകളായ സത്യഭാമയെ ഞാൻ അങ്ങേക്ക് തരാം. ഏതാ വേണ്ടത് എന്ന് ചോദിച്ചു. ഉടനെ ഭഗവാൻ ചോദിച്ചു, എത്ര വയസ്സായി? 16. സത്യഭാമയ്ക്കല്ല, നിങ്ങൾക്ക് എത്ര വയസ്സായി? 88. എന്നാ ഞാൻ സത്യഭാമയെ കല്യാണം കഴിച്ചോളാം. അപ്പോ എന്താ ഈ ഒരു രംഗത്തിൽ നിന്നാണെങ്കിൽ, കൃഷ്ണാവതാരം എന്ന് പറഞ്ഞാൽ സാമർഥ്യത്തിന്റെ പരമാവധിയാണ്. വില്ലുമംഗലം പറയും, ചാപല്യസീമം ചതുരാനന ശില്പസീമ. ബ്രഹ്മാവ് സൃഷ്ടിച്ച സകലത്തിന്റെയും സീമ എന്ന് വെച്ചാൽ അറ്റമാണ് കൃഷ്ണാവതാരം. ഇപ്പൊ ബ്രഹ്മാവ് സൃഷ്ടിച്ച വസ്തുക്കളില് ഏറ്റവും സുന്ദര ഏതാന്ന് ചോദിച്ചാൽ അത് കൃഷ്ണനാ. ഏറ്റവും സാമർഥ്യാർക്കാന്ന് ചോദിച്ചാൽ അത് കൃഷ്ണനാ. ഏറ്റവും കാരുണ്യമാർക്കാണെന്ന് ചോദിച്ചാൽ അത് കൃഷ്ണനാ. ഇങ്ങനെ എല്ലാത്തിൻ്റെയും സീമ മാക്സിമം ആയിരിക്കുന്നതായ കൃഷ്ണൻ എന്തിനാ ഇവിടെ സത്രാജിത്തിനോട് ഇങ്ങനെ സത്യഭാമയെ ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് പറയണത് എന്നാണെങ്കിൽ കാരണമുണ്ട്. ഇവിടെ സത്യഭാമയെ ഞാൻ വിവാഹം കഴിക്കാമെന്ന് പറയണതിനോടൊപ്പം ഒരു വാക്കുകൂടി കൃഷ്ണൻ പറയുന്നുണ്ട്. എന്താ അറിയോ? ഞാൻ സത്യഭാമയെ വിവാഹം കഴിച്ചോളാം, സ്യമന്തകം ഭാവിയിൽ എന്നിലേക്ക് വരുമല്ലോ. എന്താ കാരണം? സത്രാജിത്തിന് ഒറ്റ മകളാ സത്യഭാമ. ഇതിനിപ്പൊ തന്നെ 88 വയസ്സ്. അപ്പൊ ഇനി അധിക കൊല്ലമൊന്നും കാത്തു നിൽക്കണ്ട, സ്വത്ത് മുഴുവൻ സത്യഭാമയുടെ പേരിൽ കിട്ടും. ഏതാ ലാഭം? അപ്പോ ഇതാണ് കൃഷ്ണാവതാരത്തിന്റെ ആ ഒരു സാമർഥ്യം. സർവവിധത്തിലും സത്യഭാമയെ ഭഗവാൻ വിവാഹം ചെയ്തു. ആ ഇടയ്ക്കാണ് ഈ സത്രാജിത്തിന്റെ സുഹൃത്താണ് ശതധന്വാവ് എന്ന് പറയുന്ന രാജാവ്. എപ്പോഴോ ഈവനിങ് വാക്കിന് പോണ സമയത്ത് ഈ സത്രാജിത്ത് ശതധന്വാവിനോട് പറഞ്ഞു, എന്റെ മോളെ വേണമെങ്കിൽ നീ കല്യാണം കഴിച്ചോ. ഈ വിഡ്ഢി അതും സത്യം എന്ന് വിചാരിച്ച് സത്യഭാമയെ സ്വപ്നം കൊണ്ടുകൊണ്ട് നടക്കുക. അപ്പോഴാണ് കൃഷ്ണൻ സത്യഭാമയും കൂട്ടി പോയത്. ഈ സമയത്ത് അക്രൂരൻ, കൃതവർമാവ് തുടങ്ങിയിട്ടുള്ള ആൾക്കാര് ഈ ശതധന്വാവിനെ പോയി നന്നായിട്ട് പിരികേറ്റി. ഇനിയിപ്പൊ നീ ആണെന്ന് പറഞ്ഞ് മീശ വെച്ച് നടത്തിട്ട് എന്താ കാര്യം? കൊണ്ടോയില്ലേ നിന്റെ കൃഷ്ണനെ, നിന്റെ സത്യഭാമയെ ആ കൃഷ്ണൻ കൊണ്ടോയില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ ദേഷ്യം വന്നു. ദേഷ്യം വന്നതായ ഈ ശതധന്വാവ് എന്ത് ചെയ്തു? ഓടിപ്പോയി സത്രാജിത്തിനെ വെട്ടിക്കൊന്നു. കൊന്നപ്പോഴാണ് സത്രാജിത്തിന്റെ കയ്യിലെ സെമന്തകം കിട്ടിയത്. സെമന്തകവും കയ്യിലെടുത്ത് ഈ രക്തം ഉള്ള ശരീരത്തോട് കൂടിയിട്ട് ഓടിച്ചെന്ന് അക്രൂരനെ ചെന്ന് കണ്ടു. അക്രൂരൻ നോക്കുമ്പോ ശതധന്വാവ് ചോരയിൽ കുളിച്ചിട്ട് വന്ന് നിൽക്കുക. എന്തു പറ്റി? ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. പിന്നെ സത്രാജിത്തിനെ ഞാൻ കൊന്നു. കൊന്നുവോ? കൊന്നു. അക്രൂരൻ പറഞ്ഞു, നീ എന്തൊരു വിഡ്ഢിത്താ ചെയ്തത്? ഇനി കൃഷ്ണൻ വെറുതെ ഇരിക്കോ? വേഗം രക്ഷപ്പെട്ടോളൂ. പേടിച്ച് ഓടാൻ തുടങ്ങിയപ്പോ അക്രൂരൻ ചോദിച്ചു, എന്താ കയ്യിലൊരു സാധനം? അത് സെമന്തകരത്ന, എന്നാ അത് എനിക്ക് തന്നോളൂ. സൂത്രത്തിൽ അക്രൂരൻ ആ സെമന്തകത്തെ കൈക്കലാക്കി അവിടുന്ന് കാശിരാജ്യത്തേക്ക് നാടുവിട്ടു. വാരാണസിയില് ആ അക്രൂരനിത സർവവിധത്തിലും ആ സെമന്തകത്തെ പൂജിച്ച് അതിൽ നിന്ന് കിട്ടുന്നതായ സകല ധനധാന്യങ്ങളെയും ദാനം ചെയ്തു അക്രൂരൻ. സത്യഭാമ അറിഞ്ഞു തന്റെ അച്ഛൻ മരിച്ചു എന്നുള്ള വാർത്ത. പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി സത്യഭാമ.
സത്യഭാമ കരയണുണ്ടെന്ന് കണ്ടതും കൃഷ്ണനും കരയാൻ തുടങ്ങി. അപ്പൊ പരീക്ഷിത്ത് ചോദിച്ചു, അല്ല, ആനന്ദസ്വരൂപനല്ലേ ഭഗവാൻ, സാന്ദ്രാനന്ദമൂർത്തിയല്ലേ ഭഗവാൻ, കൃഷ്ണന് സങ്കടം ഉണ്ടാവോ? ഏയ്, സങ്കടമൊന്നുമില്ല പരീക്ഷത്തെ. പിന്നെന്തിനാ കൃഷ്ണൻ കരഞ്ഞത്? നൃലോകമനുസൃത്യതാം. മനുഷ്യനാവുമ്പോ ഇങ്ങനൊരു സൂത്രം കൂടി പഠിക്കണം. എന്ത്? ഭാര്യയുടെ ആര് മരിച്ചാലും ഭർത്താവ് കരയണം. അതെന്തിനാ? എന്നാലേ ഭാര്യക്ക് സന്തോഷാവുള്ളൂ. അപ്പൊ ഭാര്യ കരയുമ്പോ ഭർത്താവും കരയണം. ഇത് ഇങ്ങനെ മൈക്കിൽ കൂടി പറയേണ്ട കാര്യമല്ല, എന്നാലും രഹസ്യമാണ്. അപ്പൊ കൃഷ്ണൻ എന്തിനാ കരഞ്ഞത് വെച്ചാൽ സത്യഭാമയ്ക്ക് സന്തോഷാവാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്നറിയോ? പിന്നെ എത്ര കൊല്ലം കഴിഞ്ഞാലും സമാധാനം തരില്ല. എന്നാലും എന്റെ അച്ഛൻ മരിച്ചിട്ട് നിങ്ങളൊന്ന് കരഞ്ഞു എന്ന് പറഞ്ഞിട്ട് ബഹളം വയ്ക്കും. അപ്പൊ അതുകൊണ്ട് ഭാര്യയ്ക്ക് സന്തോഷാവട്ടെ എന്ന് വിചാരിച്ചൊരഭിനയം. ഏതായാലും ഇവിടെ സത്യഭാമ പറഞ്ഞു ചെന്ന് അന്വേഷിക്കാൻ ബലരാമനും കൃഷ്ണനും കൂടി പുറപ്പെട്ടു. ശതധന്വാവിനെ കണ്ടുമുട്ടി. അതിഗംഭീരമായ യുദ്ധത്തിൽ ശതധന്വാവിനെ വധിച്ചു. പക്ഷേ ശമന്തകം കിട്ടിയില്ല. ബലരാമൻ കൃഷ്ണനോട് ചോദിച്ചു, ഇവിടെ ശമന്തകം? അയ്യോ ഏട്ടാ, അയാളുടെ കയ്യിൽ ശമന്തകൊന്നും ഉണ്ടായിട്ടില്ല. വീണ്ടും വീണ്ടും ബലരാമൻ ചോദിച്ചു. കൃഷ്ണൻ സത്യം പറഞ്ഞു, അയാളുടെ കയ്യിൽ ഇല്ല. എന്തോ ബലരാമനൊരു അവിശ്വാസം. ബലരാമൻ പറഞ്ഞു, ഞാൻ ഇനി കുറച്ചു ദിവസം തിരിച്ച് ദ്വാരകയിലേക്ക് ഇല്ല എന്നും പറഞ്ഞ് അവിടുന്ന് പോവുകയും ചെയ്തു. എപ്പോഴാണോ കൃഷ്ണനെ വിട്ട് ബലരാമൻ ഹസ്തിനപുരത്തിലേക്ക് കയറിയത്, അന്ന് ബലരാമന് പോലും ദുർജന സംസർഗം വേണ്ടി വന്നു. ഈ ഒരു സമയത്താണ് ബലരാമന്റെ ശിഷ്യനായിട്ട് സാക്ഷാൽ ദുര്യോധനൻ ഗദായുദ്ധം അഭ്യസിക്കുന്നത്. ഇവിടെ ദ്വാരകയില് മഴ പെയ്യേണ്ട സമയമായി, എന്നിട്ടും മഴ പെയ്യണില്ല. അപ്പൊ നാട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി, അക്രൂരൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കാരണം അക്രൂരന്റെ അച്ഛനാണ് ശുഭൽക്കൻ. അദ്ദേഹത്തിന് ഒരു വരം കൊടുത്തിട്ടുണ്ടത്രേ ദേവേന്ദ്രൻ. എന്താ? ഇദ്ദേഹം എവിടെയാണോ താമസിക്കുന്നത് അവിടെ ആഴ്ചക്ക് ആവശ്യത്തിന് മഴ പെയ്യും. ഈ ഒരു വരം, ഇതിന്റെ ഒരു ശക്തി കുറച്ച് അക്രൂരനും ഉണ്ട്. അതുകൊണ്ട് അക്രൂരനുള്ള കാലത്തൊക്കെ മഴ കൃത്യമായിട്ട് ദ്വാരകയിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ അക്രൂരൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാ മഴ പെയ്യാത്തത്. അപ്പൊ ഭഗവാന് ഒരു സംശയം തോന്നി. ഭഗവാൻ അന്വേഷിച്ചു, എവിടെയാ ഇപ്പൊ കൃത്യമായിട്ട് മഴ പെയ്യണത്? അപ്പൊ ആരോ പറഞ്ഞു, കാശിയില് വാരാണസിയില് മഴ ഗംഭീരാണത്രേ. എന്നാ അക്രൂരൻ അവിടെ ഉണ്ടാവും. കുറച്ച് ദ്വാരകാവാസികളെ വാരാണസിയിലേക്ക് പറഞ്ഞയച്ചു നോക്കുമ്പോഴേക്കും അവിടെ അക്രൂരൻ വലിയ ദാനധർമ്മങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ആ ദാനധർമ്മം ചെയ്യുന്നതായ അക്രൂരനോട് പറഞ്ഞു, ഞങ്ങൾ ദ്വാരകയിൽ നിന്ന് വരുന്നവരാണ്, കൃഷ്ണൻ അങ്ങയെ എത്രയും പെട്ടെന്ന് പോവാനായി പറഞ്ഞിട്ടുണ്ട്, വരുമ്പോളേ ആ സെമന്തകം കൂടി എടുത്തോളൂ. കേൾക്കേണ്ട താമസം അക്രൂരൻ പട്ടിൽ പൊതിഞ്ഞ സെമന്തകം എടുത്ത് ഓടി ദ്വാരകയിലേക്ക് ഓടിച്ചെന്ന് ഭഗവാന്റെ തൃപാദത്തിൽ ആ സെമന്തകത്തെ വെച്ച് പൊട്ടി കരയാൻ തുടങ്ങിയപ്പോ ഭഗവാൻ അക്രൂരനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഭഗവാൻ പറഞ്ഞു, അക്രൂര, എനിക്ക് ഈ സെമന്തകത്തോട് യാതൊരു താല്പര്യവും അന്നുമില്ല ഇന്നുമില്ല. പിന്നെ ഞാൻ എന്തിനാ അങ്ങയെ ഇതും എടുത്ത് വരാൻ പറഞ്ഞതെന്നാണെങ്കിൽ ലോകത്തിനൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ. സർവ ഐശ്വര്യവും തരുന്നതായ സെമന്തകം അത് എന്നിൽ സമർപ്പിക്കാതെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിച്ചത് കൊണ്ട് സത്രാജിത്തിന് ഐശ്വര്യം ഉണ്ടായില്ല എന്ന് മാത്രല്ല, സ്വന്തം ജീവൻ പോലും ഇല്ലാണ്ടായി. എന്നാൽ അങ്ങ് ഈ സെമന്തകത്തെ വേണ്ടതുപോലെ പൂജിച്ചു, ധാരാളം സമ്പത്ത് അങ്ങയ്ക്ക് ലഭിച്ചു, അതൊക്കെ അങ്ങ് ലോകത്തിന്റെ നന്മയ്ക്കായിട്ട് ഉപയോഗിച്ചു. അതുകൊണ്ട് സകല ഐശ്വര്യവും അങ്ങിൽ നിറയുന്നു. കാരണം അങ്ങ് എന്റെ ഭക്തനാണ്. വൃന്ദാവനത്തില് എന്റെ കാൽപ്പൊടികളിൽ വീണുരുണ്ട അങ്ങയുടെ ആ പരമഭക്തിയുടെ മാഹാത്മ്യമാണ് ഈ സെമന്തകം എന്ന സമ്പത്ത് അങ്ങയ്ക്ക് അപായം വരുത്താതിരിക്കുന്നത്. ഇത് ലോകത്തെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ. ഏതൊരു സമ്പത്തും നമുക്ക് ആവശ്യമാണ് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ. പക്ഷേ അതിനേക്കാൾ ഉറപ്പായിട്ടും അതിനേക്കാൾ മുകളിലായിട്ട് നമുക്ക് വേണ്ടത് ഭഗവത് ഭക്തിയാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ആ സെമന്തക ചരിതം അവിടെ പാടി. പിന്നീട് കാളിന്തി, മിത്രവിന്ദ, ലക്ഷ്മണ, ഭദ്ര, സത്യ
എന്നിങ്ങനെയുള്ള 5 കന്യകകളെ കൂടി ഭഗവാൻ വിവാഹം ചെയ്തു. ഇപ്പൊ ടോട്ടൽ ആകെ മൊത്തം എത്രയായി? 8 ആൾക്കാരായി. ഇപ്പോ രുക്മിണി, സത്യഭാമ, ജാമ്പവതി, പിന്നെ കാളിന്തി, ലക്ഷ്മണ, മിത്രവിന്ദ, സത്യ, ഭദ്ര. ഈ 8 ആൾക്കാര് ഭഗവാന്റെ ധർമ്മപത്നി പദവിയില് പ്രധാന പത്നികളായിട്ട് അഷ്ടമഹിഷികള് എന്ന പേരിൽ ശോഭിച്ചു എന്ന് വർണ്ണിച്ചു. പിന്നെ നടന്നത് ഒരു വലിയ സമൂഹ വിവാഹമാണ് അല്ലെ? ഇന്നിപ്പോ സമൂഹ വിവാഹമൊക്കെ നടക്കും, കുറെ പെൺകുട്ടികളും കുറെ ആൺകുട്ടികളും. പക്ഷെ ഇവിടെ പെൺകുട്ടികൾ കുറെ ഉണ്ട്, ആൺകുട്ടി ഒരാളേ ഉള്ളൂ, ഭഗവാൻ. നരകാസുരൻ എന്ന ഒരു അസുരൻ പണ്ട് വരാഹമൂർത്തിയായി ഭഗവാൻ അവതരിച്ചപ്പോ ഈ വരാഹമൂർത്തിക്ക് ഭൂമിദേവിയിലുണ്ടായ മകനാണത്രേ ആര്? നരകാസുരൻ. നരകാസുരൻ ഒരു വരം വാങ്ങിയതാണ്. എന്താ വരം? അമ്മ മാത്രമേ തന്നെ കൊല്ലാൻ പാടുള്ളൂ. അമ്മ എന്തായാലും കൊല്ലില്ല എന്നുള്ള ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നരകാസുരൻ മഹാ അഹങ്കാരിയായിട്ട് മാറി. ഈ അഹങ്കാരിയായ നരകാസുരൻ എന്ത് ചെയ്തു? വരുണന്റെ കൊട മോഷ്ടിച്ചു. ഇപ്പൊ നമുക്ക് തോന്നും എന്നും ഉണ്ട് അത്യാവശ്യം കൊടയും ചെരുപ്പൊക്കെ കട്ടുകൊണ്ടുപോണ ആൾക്കാര്. ഈ നരകാസുരൻ ആ പണിയാണോ എന്ന് ചോദിച്ചാൽ, ഈ വരുണന്റെ കൊട അയാൾക്ക് വേറൊരു കൊട മേടിച്ചാ പോരെ വരുണന്. പക്ഷേ ഈ കൊട എന്ന് പറയുന്നത് സാധാരണ കൊടയല്ല, ഓരോ ആചാര ചിഹ്നങ്ങളാണ്. വരുണന് ഈ ഒരു കൊട പിടിക്കണം, യാഗത്തിനൊക്കെ പോകുമ്പോൾ ഒരു ആചാര ചിഹ്നമാണ്. അതുകൊണ്ടാണ് അതിന് ഇത്ര പ്രാധാന്യം. വരുണന്റെ കൊട മോഷ്ടിച്ചു. പിന്നെ ദേവേന്ദ്രന്റെ അമ്മയായ അതിഥിയുടെ കുണ്ടലങ്ങള്, കമ്മല് മോഷ്ടിച്ചു. അതൊക്കെ ഈ ആചാര ചിഹ്നങ്ങളായതുകൊണ്ട് ഇത്ര പ്രധാനം പറയുന്നത്. അല്ലാണ്ട് ഇപ്പൊ ദേവേന്ദ്രൻ വിചാരിച്ചാൽ പുതിയൊരു കമ്മൽ ഉണ്ടാക്കാൻ പറ്റാഞ്ഞിട്ടല്ല. ഒടുക്കം ദേവേന്ദ്രൻ തന്റെ അമ്മയുടെ ഈ കമ്മലൊക്കെ നരകാസുരൻ കൊണ്ടുപോയപ്പോ ദ്വാരകയിൽ വന്ന് ഭഗവാനോട് പരാതി പറഞ്ഞു. എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മല് കൊണ്ടുപോയി ആര്? നരകാസുരൻ. എന്തു വേണം? നരകാസുരനെ വധിക്കണം. അപ്പൊ ഭഗവാൻ ആലോചിച്ചു, നരകാസുരനെ വധിക്കണമെങ്കിൽ താൻ മാത്രം വിചാരിച്ചാൽ പറ്റില്ല. ആര് വേണം? ഭൂമിദേവി പുറപ്പെടണം. എന്താ വഴി എന്ന് ചിന്തിക്കുമ്പോഴാണ് സത്യഭാമ അങ്ങോട്ട് കയറി വന്നത്. സത്യഭാമ ഭൂമിദേവിയുടെ അംശമാണ്. ഭൂമിദേവിയുടെ അംശമാണ് സത്യഭാമ. ലക്ഷ്മി ദേവിയുടെ അംശമാണ് രുക്മിണി ദേവി. അപ്പൊ സത്യഭാമയും കൂട്ടിയിട്ട് യുദ്ധത്തിന് പോയാൽ നരകാസുരനെ കൊല്ലാം. പക്ഷെ യുദ്ധത്തിന് എന്നൊക്കെ പറഞ്ഞാൽ സത്യഭാമ ചിലപ്പോ പുറപ്പെടില്ല. എങ്കിലും ഭഗവാൻ പറഞ്ഞു സത്യഭാമയോട്, സത്യഭാമേ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. അത് പറഞ്ഞാൽ വലിയ ഉത്സാഹം. കാരണം ഇപ്പൊ ഗരുഡനൊക്കെ ദ്വാരകയില് ഇപ്പോ ഈ കൃഷ്ണാവതാരത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോ നമുക്ക് ചിലപ്പോ ഇത് കൃഷ്ണനാണോ മഹാവിഷ്ണുവാണോ എന്ന് പോലും സംശയം തോന്നും. ഇടയ്ക്ക് 4 കൈകൾ വരുന്നുണ്ട്, പാരിജാതമുണ്ട്, ഗരുഡനുണ്ട്, ഇതൊക്കെയുണ്ട്. അപ്പൊ നമുക്ക് നാളെ ഒന്ന് കറങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞപ്പോ സത്യഭാമയ്ക്ക് വലിയ ഉത്സാഹമായി. പോരാ, സത്യഭാമ ചെന്ന് രുക്മിണിയോടും കൂടി ഈ കാര്യം പറഞ്ഞു. കൃഷ്ണൻ നാളെ എന്നെയും കൂട്ടിയിട്ടൊന്ന് കറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? വെടിമരുന്നിന് തീ കൊടുത്തിട്ട് വന്നതാ. ഏതായാലും പിറ്റേന്ന് സത്യഭാമയെയും കൂട്ടി പുറപ്പെട്ടു ഭഗവാൻ. പ്രാഗ്ജ്യോതിഷപുരം എന്നാണ് നരകാസുരന്റെ കൊട്ടാരത്തിന്റെ പേര്. ആ കൊട്ടാരത്തിലേക്ക് കയറുമ്പോ തന്നെ അവിടെ ഒരു കാവൽക്കാരൻ മുരൻ എന്ന ഒരു അസുരൻ. ഭഗവാൻ ആ മുരനെ വധിച്ചു. അങ്ങനെയാണ് ഭഗവാന് മുരാരി എന്നുള്ളതായ പേരുണ്ടായത്. നരകാസുരനുമായിട്ട് അതിഗംഭീരമായ യുദ്ധം ഒടുവിൽ നരകാസുരനെ ഭഗവാൻ വധിച്ചു. ഇവിടെ നരകാസുരൻ എവിടെ യുദ്ധത്തിന് പോയാലും ആ രാജ്യത്തിൽ ബാക്കി വരുന്ന സകല പെൺകുട്ടികളെയും കൊണ്ടുവരും. അങ്ങനെ ഈ പെൺകുട്ടികളെയൊക്കെ ഒരു വലിയ കോട്ടയുടെ അകത്ത് കൊണ്ടിടുന്നതാണ്. അങ്ങനെ വലിയൊരു ലേഡീസ് ഹോസ്റ്റൽ ഉണ്ട് അയാൾക്ക്. ആ കോട്ടയ്ക്ക് പുറത്ത് അഗ്നി കൊണ്ടൊരു കോട്ട, ജലം കൊണ്ടൊരു കോട്ട, പർവ്വതങ്ങൾ കൊണ്ടൊരു കോട്ട, അത്ര സംരക്ഷിച്ചിട്ടുണ്ട്. ഏതായാലും ഇവിടെ ഈ പെൺകുട്ടികളെ മുഴുവൻ ഭഗവാൻ മോചിപ്പിച്ചു. 16,100 പെൺകുട്ടികളാണ് അവരെല്ലാവരും ഭഗവാന്റെ മുൻപിൽ നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ, ഒരു പ്രശ്നമുണ്ട്. ഈ ദുഷ്ടന്റെ തടവറയിൽ ഇത്ര കാലം കഴിഞ്ഞ് ഞങ്ങളെ ഇനി ചിലപ്പോ ലോകം സ്വീകരിക്കില്ല, അപവാദം പറഞ്ഞേക്കാൻ ഞങ്ങളെ കുറിച്ചിട്ട്, ഞങ്ങൾ അനാഥകളായി തീരുമല്ലോ എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, നാഥനായിട്ട് ഞാൻ ഉള്ളിടത്തോളം
ഒരു ജീവനും ഇവിടെ അനാഥനാവില്ല. നിങ്ങളെ ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞ് 16,100 കൊട്ടാരങ്ങൾ നിർമ്മിച്ച് അതിനു മുൻപിൽ വെച്ച് 16,100 രൂപങ്ങളെ കൈക്കൊണ്ട് ഭഗവാൻ അവരെ വിവാഹം കഴിച്ചു. എന്നാലും രാമൻ ചെയ്തത് ശരിയായില്ല, എന്നാലും ശ്രീരാമൻ ചെയ്തത് ശരിയായില്ല എന്ന് കർക്കടകാവുമ്പോ രാമനെ 4 കുറ്റം പറയുന്ന ആൾക്കാര് സീതയെ ഉപേക്ഷിച്ചതിന് രാമനെ കുറ്റം പറയുമ്പോൾ രാവണന്റെ തടവിൽ കഴിഞ്ഞ ഒരു സീതയെ രാമൻ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നരകാസുരന്റെ തടവിൽ നിന്ന് 16,100 സീതമാരെ ഭഗവാൻ സ്വീകരിച്ചിട്ടും കൂടിയുണ്ട് എന്ന് കാണണം. ഏതായാലും അങ്ങനെ 16,108 ധർമ്മപത്നികളോടൊപ്പം ഭഗവാൻ ദ്വാരകയിൽ അത്യദ്ഭുതമായ ഗൃഹസ്ഥാശ്രമ ലീലകള് ശ്രിയാചാത കുംഭദ്വിസ്നിഗ്ധകാഞ്ച്യ ധരണ്യാ ചതുർവാദളശ്യാമളാംഗ്യ കളത്രദ്വയേനാമുനാ തോഷിതായ ത്രിലോകീഗൃഹസ്ഥായ വിഷ്ണോ നമസ്തേ. ത്രിലോകീഗൃഹസ്ഥനായിട്ട് ഭഗവാൻ ദ്വാരകയിൽ എങ്ങനെ ശോഭിക്കുന്നു എന്ന് വർണ്ണിച്ച് ആ ഭാര്യമാരിലുണ്ടായ സന്താന പരമ്പരകള് അല്ലേ, എല്ലാവരുടെയും പേരുകളോ കഥകളൊന്നും പറയാൻ ചിലപ്പോ ഭാഗവതം മതിയാവില്ല. അതുകൊണ്ട് താസാംയ ദശപുത്രാണാം, ഇതിലൊക്കെ 10ഓളം കുട്ടികളുണ്ടായി എന്ന് സൂചിപ്പിച്ച് അതിൽ പ്രമുഖരായിട്ടുള്ള ആൾക്കാരുടെ പേരുകൾ മാത്രം ശുകബ്രഹ്മർഷി ഭാഗവതത്തിലൊന്ന് സൂചിപ്പിച്ചു. പിന്നീട് ഒരധ്യായം കൊണ്ട് രുക്മിണി കൃഷ്ണ പ്രണയ കലഹം എന്ന ഭാഗം കൂടി വർണ്ണിച്ചു. കർഹിച്ചിത്ത് എന്ന പേരിൽ പ്രസിദ്ധമായ ഒരു പ്രകരണം, അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അടിപിടിയുടെ കഥ. പറയണോ അല്ലെങ്കിൽ ചായ കുടിക്കാൻ നിർത്താം. നമുക്ക് നല്ല പരിചയമുള്ളൊരു കഥ ഇതാ അല്ലേ. അപ്പോ ഇവിടെ ആ രുക്മിണി കൃഷ്ണ പ്രണയ കലഹം എന്നൊരു പ്രകരണം, എന്തിനാ ഇങ്ങനൊരു പ്രകരണം വെച്ചത് എന്നാണെങ്കിൽ, ഞാൻ ഉച്ചയ്ക്ക് മുമ്പ് പറഞ്ഞുവല്ലോ, ഒരിക്കലും നമ്മൾ ഈ ഗോപികമാരുടെ പ്രേമത്തെയും രുക്മിണിയുടെ പ്രേമത്തെയൊന്നും ലൗകിക പ്രേമമായിട്ട് കാണരുത്. കാരണം ലൗകികമായ പ്രേമം എന്നുള്ളത് കിട്ടുന്നത് വരെ ഉണ്ടാവുള്ളൂ അല്ലേ. പ്രേമിക്കുന്ന സമയത്ത് നമുക്ക് ഒരു കുറ്റവും തോന്നില്ല, പ്രേമിക്കുന്ന സമയത്ത് ഒരു കുറവും തോന്നില്ല അല്ലേ. അവന്റെ പല്ല് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, അയ്യോ എന്ത് ഭംഗിയാ പല്ലിങ്ങനെ തള്ളിയിട്ടെ, എന്തൊരു ഭംഗിയാന്നൊക്കെ പ്രേമിക്കണതിന് മുമ്പ് തോന്നും. കല്യാണം കഴിച്ച് 4 കൊല്ലം കഴിയുമ്പോ പറയും, ഇയാളുടെ പല്ല് കണ്ടിട്ട് ഞാൻ എന്ത് കണ്ടിട്ടാ ഇവനെ കല്യാണം കഴിച്ചത് എന്നും പറയും. അപ്പോ സ്വതവേ ഈ നിരന്തരമായിട്ട് കാണുമ്പോ പ്രേമം അല്ലേ, അങ്ങനല്ലേ പറയാ. കല്യാണം കഴിഞ്ഞാൽ ആദ്യകാലത്ത് ഭർത്താവ് പറയുന്നതൊക്കെ ഭാര്യ കേൾക്കും, പിന്നെ കുറച്ചു കാലം കഴിഞ്ഞാൽ ഭാര്യ പറയണതൊക്കെ ഭർത്താവ് കേൾക്കും, പിന്നെ കുറച്ചും കൂടി കാലം കഴിയുമ്പോൾ ഇവര് പറയണത് നാട്ടുകാര് മൊത്തം കേൾക്കും. ഇവിടെ ഈ ഒരു സന്നികർഷത രുക്മിണിക്ക് ഭഗവാൻ ഉണ്ടായിരുന്നു. കേവലം ലൗകികമായ ഒരു പ്രേമമായിരുന്നോ രുക്മിണിക്ക് ഭഗവാനോട്? അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് മുതുമുത്തശ്ശനായി നിൽക്കുന്ന കൃഷ്ണനും രുക്മിണിയും തമ്മിലുള്ള ഒരു പ്രണയകലഹം ഭാഗവതത്തിലെ ശുകബ്രഹ്മർഷി വെച്ചത് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ശുകബ്രഹ്മർഷി ഒരതിക്രമ കാണിക്കേണ്ടത്, ബെഡ്റൂമിൽ പോയിട്ട് CCTV വെക്കുക. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണെന്നാണെങ്കിൽ രുക്മിണിയുടെ ആ പ്രേമഭാവം അത് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. കർഹിച്ചിൽ സുഖമാസീനം സ്വതൽപസ്ഥം ജഗദ്ഗുരും. ഒരിക്കൽ ആ തന്റെ തൽപ്പത്തില് ഭഗവാൻ നീണ്ടു നിവർന്നങ്ങനെ വിശ്രമിക്കുമ്പോ രുക്മിണീദേവി വന്ന് ഭഗവാന് ചാമരം വീശിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയം ഭഗവാൻ രുക്മിണിയുടെ ആ സൗന്ദര്യം ഒന്ന് കണ്ടു. ഭഗവാന് തോന്നി രുക്മിണിക്ക് ഒരഹങ്കാരവും ഇല്ല. ഇനി അഥവാ എന്തെങ്കിലും ഒരു അഹങ്കാരം ഉണ്ടെങ്കിൽ അഹങ്കാരമൊന്നും ഇല്ല എന്നുള്ളൊരു അഹങ്കാരം അതൊന്ന് തീർക്കാം എന്ന് വിചാരിച്ച് ഭഗവാൻ രുക്മിണിയെ തന്നെ തുറച്ചു നോക്കാൻ തുടങ്ങി. വീശിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ തുറച്ചു നോക്കുന്ന കൃഷ്ണനെ കണ്ടത്. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ നോക്കാൻ അല്ലേ? കല്യാണം കഴിഞ്ഞ ആദ്യകാലത്തൊക്കെ ഇങ്ങനെ നോക്കിയാൽ ഒരു രസമുണ്ട്. ഇത് മുത്തശ്ശനും മുത്തശ്ശിയും തമ്മിൽ കണ്ണോട് കണ്ണ് നോക്കുമ്പോൾ ഒരു രസമൊന്നുമില്ല. എന്തിനാ കൃഷ്ണൻ ഇങ്ങനെ നോക്കണതെന്ന് വിചാരിക്കുമ്പോഴേക്കും ഭഗവാന്റെ വാക്ക് രാജപുത്രി, ഹേ രാജപുത്രി എന്നാ വിളിച്ചത്. ഇത് കേട്ടപ്പോ തന്നെ രുക്മിണിക്ക് പേടിയായി. കാരണം ഇന്നുവരെ തന്നെ രാജാവിന്റെ മോളെ എന്ന് വിളിച്ചിട്ടില്ല അല്ലേ. നമ്മൾ എപ്പോഴാ ഭാര്യയെ മാധവൻ നായരുടെ മോളെ എന്ന് വിളിക്കേണ്ടി വരിക? അപ്പോ ഇവിടെ ആര്യപുത്രി
പ്രാണനാഥേ, ധർമ്മപത്നി, സഹധർമ്മിണി, പ്രിയതമേ, രുക്മിണി, രുക്കു, രു എന്നൊക്കെ വിളിക്കുന്നതായ കൃഷ്ണൻ തന്നെ ഇന്ന് രാജപുത്രി എന്ന് വിളിച്ചപ്പോൾ തന്നെ രുക്മിണിക്ക് വേവലാതി തുടങ്ങി. ഭഗവാൻ പറഞ്ഞു, ഒന്നും വേണ്ടയായിരുന്നു എന്ന് തോന്നുക. രുക്മിണി, ഞാൻ ഒരിക്കലും രുക്മിണിയെ വിവാഹം കഴിക്കാൻ പാടില്ലായിരുന്നു. കുലശീല രൂപ വിദ്യാ വയോ ദ്രവിണധാമങ്ങളാകുന്ന ഒരു പൊരുത്തവും നമ്മൾ തമ്മിലില്ല. രുക്മിണിയുടെ സൗന്ദര്യം ഇപ്പോഴും ഒട്ടും കുറഞ്ഞിട്ടില്ല. ശിശുപാലന്റെ കല്യാണവും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് രുക്മിണിക്ക് എന്തൊക്കെ എടുക്കാനുണ്ടോ അതൊക്കെ എടുത്തോളൂ, വണ്ടിക്കൂലി ഞാൻ തരാം, പോയിക്കോളൂ എന്നും പറഞ്ഞ് ഭഗവാൻ തിരിഞ്ഞവിടെ കടന്നതും രുക്മിണി മോഹാലസപ്പെട്ട് വീണു. ഭഗവാൻ തന്നെ ഉപേക്ഷിക്കുകയാണല്ലോ എന്ന് ചിന്തിച്ച് മോഹാലസപ്പെട്ട് വീണ രുക്മിണിയെ തന്റെ മടിയിലേക്ക് കടത്തി ഭഗവാൻ സമാധാനിപ്പിച്ചപ്പോ എന്തൊക്കെ കുറവുകൾ ഭഗവാൻ പറഞ്ഞുവോ അതെല്ലാം ഭഗവാന്റെ ഗുണഗണങ്ങളായിതാ തിരിച്ചു പറയുന്നു. രുക്മിണി, അങ്ങ് പറഞ്ഞു അങ്ങയ്ക്ക് എത്ര വയസ്സായി എന്നറിയില്ലാന്ന്. ജനിച്ചാലല്ലേ വയസ്സ് കണക്കാക്കാൻ പറ്റുള്ളൂ. ജനാർദ്ദനായ ജനനമരണരഹിതനായിരിക്കുന്ന അങ്ങയുടെ വയസ്സ് എങ്ങനെ കണക്കാക്കാൻ പറ്റും? പിന്നെ അങ്ങയ്ക്ക് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞു. ഭുവന സുന്ദരനല്ലേ, അങ്ങയെപ്പോലൊരു സുന്ദരൻ ഈ പ്രപഞ്ചത്തിലുണ്ടോ? അല്ല, ഈ പ്രപഞ്ചത്തിന് സൗന്ദര്യം എന്ന സങ്കല്പം തന്നെ ഉണ്ടാക്കിയത് ഈ കൃഷ്ണാവതാരമല്ലേ. പിന്നെ അങ്ങയ്ക്ക് പറഞ്ഞു സ്വന്തമായിട്ടൊരു രാജ്യമില്ല എന്ന്. എന്തിനാ അങ്ങയ്ക്ക് സ്വന്തമായിട്ടൊരു രാജ്യം? പാതാളം മുതൽ 14 ലോകങ്ങളും ജഗന്നാഥനായ ജഗത്പ്രഭുവായ ജഗദീശ്വരനായ അങ്ങയുടെ അംഗങ്ങളാണ് എന്നിരിക്കെ സ്വന്തമായിട്ട് അങ്ങയ്ക്ക് വേറെന്തു വേണം? ഇങ്ങനെ ഓരോ ഭഗവാന്റെ വാക്കുകളെയും ഖണ്ഡിച്ച് ഒടുവിൽ ആ രുക്മിണീ ദേവി ഭഗവാന്റെ പൊഞ്ചിലം പണിഞ്ഞ പാദത്തിൽ നമസ്കരിച്ച് ഈ ഒരു ജന്മത്തില് അങ്ങയുടെ തൃപ്പാദത്തെ സേവിക്കാൻ കിട്ടിയ ഈ ഒരു മഹാഭാഗ്യം അത് മാത്രം മതി എനിക്ക് എന്ന ആ ഒരു വാക്കു പറഞ്ഞതും താമരക്കണ്ണുകൾ നിറച്ചുകൊണ്ട് കൃഷ്ണൻ രുക്മിണിയെ തന്റെ മാറിടത്തിലേക്ക് ചേർത്തു പിടിച്ച് രുക്മിണിയോട് പറഞ്ഞു, ഹേ രുക്മിണി, സ്നേഹം എന്നുള്ളതായ ആ ഒരു മത്സരത്തില് നീ തന്നെയാണ് എന്നെ തോൽപ്പിക്കണത്. കിമപിതേന വയം ജിതാസ്തേ, എനിക്ക് നിന്നെ തോൽപ്പിക്കാൻ പറ്റണില്ലല്ലോ എന്ന് പറഞ്ഞ് ആ രുക്മിണിയെ തന്റെ മാറിടത്തിലേക്ക് ചേർത്ത ആ ഒരു രംഗം. ഇങ്ങനെ 16,000-ലധികം ധർമ്മപത്നികൾക്കും കൃഷ്ണൻ എന്നെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് തോന്നിച്ചുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചുകൊണ്ട് ആ ദ്വാരകാധീശന്റെ ലീലകൾ തുടരുന്നു.